അങ്ങനെ ഇന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏട്ടൻ നേരത്തെ തന്നെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടിയൊക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ. പിന്നെ ഏട്ടന് വയ്യ, ഏട്ടന് തണ്ടൽ വേദന ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനും മനസ്സ് അനുവദിക്കണമുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ്റെ കൂടെ തന്നെ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്രാവശ്യത്തെ പോരൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യം സങ്കടം ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്രാവശ്യം കൂടുതലായിരുന്നു. ഏട്ടൻ കുറേ എന്നോട് അവിടെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നീ ഇവിടെ നിന്നോ, ഞാൻ പിന്നെ വരാമെന്നൊക്കെ. പക്ഷെ വയ്യാത്ത ഏട്ടനെ പറഞ്ഞയക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറ്. പിന്നെ അമ്മയും ചീത്ത പറയുന്നുണ്ട്, അവൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കേണ്ട, നീയും പോയിക്കോ പറഞ്ഞിട്ട്. എന്താ ചെയ്യാലേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെൺകുട്ടികളെല്ലാവരും വീട്ടിലേക്ക് വിരുന്നുകാർ പോലെയാണ് വരിക. ഇതുപോലെ അനുഭവമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ എന്നെ കൊണ്ടുപോയത് ഏട്ട ഓരോ ചായ വാങ്ങിത്തരാനായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടേ, വേറെ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ പോരാ, പക്ഷേ ഒരു ചായ ഷവർമ വാങ്ങി തരുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിൽ ഏട്ട അത് കാര്യത്തിലെടുത്തി. സാരില്ല, ആ സങ്കടം ഞാൻ ആ ഷവർമയിലും ചായയിലും അങ്ങോട്ട് ഒതുക്കി. എന്നാലും വീട്ടിൽ നിന്ന് വന്ന ആ സങ്കടം മാറണമെങ്കിൽ ഒരു 2 ദിവസം പിടിക്കേ.